ഹായ് ഹലോ. നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ജാങ്കോ പ്രൊജക്റ്റ് നമ്മൾ റൺ ചെയ്യുന്നുണ്ടാവും സിസ്റ്റത്തിൽ. അപ്പോൾ നമ്മളതെങ്ങനെ മൊബൈലിലേക്ക് നമുക്ക് കാണാൻ പറ്റും. സെയിം വൈഫൈയിൽ കണക്ട് ചെയ്യുക മൊബൈൽ ഡിവൈസുകളിൽ നമുക്ക് ഇത് കാണാനൊരു പരിപാടി ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെയിം വൈഫൈയിലാണ് മൊബൈലും ലാപ്ടോപ്പും കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കത് ആ ഒരു മൊബൈലിലും കാണാം, അതേപോലെ ലാപ്ടോപ്പിലും കാണാം. ഓക്കെ, ആ വൈഫൈയിൽ കണക്ട് ചെയ്ത എല്ലാ ഡിവൈസിലും ആ ഒരു ലോക്കൽ ആ ഒരു IP അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് കാണാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നമ്മളെ പ്രൊജക്റ്റ് ഇതാ python-manage.py റൺ സെർവർ എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ആക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇതവിടെ കണ്ടില്ല ഈ ഒരു കോഡല്ല, ഈ ഒരു IP അഡ്രസ്സ് കണ്ടില്ല. ഈ IP അഡ്രസ്സ് ഇറങ്ങുക നമ്മളെ ലോക്കൽ IP അഡ്രസ്സാണ്. അപ്പോൾ അത് CMD ഓപ്പൺ ചെയ്യാം. ഓക്കെ, CMD കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതായത് IP കോൺഫിഗ് ആണ്. IP കോൺഫിഗ് എന്ന് അടിക്കുക. അപ്പോൾ നമ്മുടെ IP അഡ്രസ്സ് ഇവിടെ കിട്ടും. ഇത് കണ്ടോ, 192 IPv4 അഡ്രസ്സ് ഇവിടെ കിട്ടും. ഇതെടുക്കുക നമ്മൾ. ഓക്കെ, അത് ഞാൻ എടുത്തു. ആ ഒരു 191 ആ ഒരു ഇതാണ് നമ്മൾ IP അഡ്രസ്സ് IPv4. ഓക്കെ, അത് നമ്മളെടുത്തു. എന്നിട്ട് അത് നമ്മൾ python-manage.py റൺ സെർവർ എന്ന് കൊടുത്ത ശേഷം ആ ഒരു IP അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യാം. എന്നിട്ട് 800 എന്നുള്ളൊരു പോർട്ട് കൊടുക്കാം. ഓക്കെ, 8000 എന്നുള്ളൊരു പോർട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് റണ്ണ് ചെയ്യാം. ഓക്കെ, നമ്മൾ റൺ ചെയ്തു. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അലോഡ് ഹോസ്റ്റ് എന്നുള്ളൊരു എറർ കാണിക്കും. അപ്പോൾ നമ്മളതിന് നമ്മൾ പ്രൊജക്റ്റിലെ സെറ്റിങ്സിൻ്റെ ഫയലുണ്ടല്ലോ അതിൽ പോവാം. സെറ്റിങ്സിലെ ഫയലിൽ ഇവിടെ ആയിട്ട് നമുക്കൊരു അലോഡ് ഹോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കുറച്ചും കൂടി മുകളിൽ കഴിഞ്ഞാൽ അലോഡ് ഹോസ്റ്റിനുണ്ടോ, അലോഡ് ഹോസ്റ്റിൻ്റെ അടുത്തും നമ്മൾ ഈ ഒരു IP അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ നമ്മൾ IP അഡ്രസ്സ് IPv4 അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിവിടെ കൊടുക്കുക. എവിടെ, ഈ അലോഡ് ഹോസ്റ്റ് ഇതിൽ ഒന്നും ഉണ്ടാവില്ല. ആദ്യം ഇതൊന്നും ഇല്ലാതെയും കിടക്കാം. അത് കൊടുത്തു കഴിഞ്ഞ് റൺ ചെയ്ത് നമുക്ക് ഈ ഒരു IP അഡ്രസ്സിൽ നമ്മളെ മൊബൈലിലേക്ക് ഈ ഒരു IP അഡ്രസ്സ് സെൻഡ് ചെയ്ത് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിങ്ങനെ റൺ ചെയ്യാം. ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് നമുക്ക് വാട്സപ്പിൽ കൂടെയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ Ctrl+C അമർത്തി ഓഫ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രശ്നമായത്, വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിവിടെ റൺ ചെയ്യാം. ഒന്നുകൂടെ റീലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് കിട്ടി. ഇത് നിങ്ങൾ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്ത മൊബൈലിൽ എല്ലാത്തിലും ആ ഡിവൈസിലെല്ലാത്തിലും ഈ ഒരു IP അഡ്രസ്സ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ URL സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാത്തിലും കാണാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മളെ മൊബൈലിലും ടെസ്റ്റ് ചെയ്യാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, മൊബൈൽ വ്യൂ എങ്ങനെ നോക്കാൻ വേണ്ടിയൊക്കെ. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ ഗൈസ്.